ഹായ് ഡിയേഴ്സ്, ക്ലാസ് 4 മാത്സ് യൂണിറ്റ് 2 ബിയോണ്ട് 1000 ലെസൺ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ മലയാളം മീഡിയം കുട്ടികൾക്കായുള്ള ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, യൂണിറ്റ് 2 ബിയോണ്ട് 1000 ആയിരവും കടന്ന്. ഫസ്റ്റ് ആക്ടിവിറ്റി, ഫൈൻഡ് ദ റിലേഷൻ. സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. Find the relation between the numbers and write the numbers in the empty cells. ബന്ധം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ എംപ്റ്റി സെൽസിലെ ഒഴിഞ്ഞ കളങ്ങളിൽ നമ്പർ ആഡ് ചെയ്ത് ചേർക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. 9, 10. 9നോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 10 ആകുന്നത്. 100, 101. 100നോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 101 ആകുന്നത് അല്ലേ. അതേപോലെ താഴെ 110 കൊടുത്തിട്ടുണ്ട്. 110 എഴുതിയിട്ടുണ്ട്. മുകളിലത്തെ സംഖ്യയിൽ കോളത്തിൽ സംഖ്യയില്ല. അപ്പോൾ ഏത് സംഖ്യയാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്? ഏത് സംഖ്യയോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 110 ആകുന്നത്? 109 അല്ലേ. അപ്പോൾ അവിടെ 109 എഴുതുക. നെക്സ്റ്റ് 199 പ്ലസ് 1 എത്രയായിരിക്കും? 200. നെക്സ്റ്റ് 280 അടിയിലുണ്ടല്ലേ. അപ്പോൾ ഏത് സംഖ്യയോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 280 ആകുന്നത്? 279. നെക്സ്റ്റ് 500, 501. നെക്സ്റ്റ് 666 പ്ലസ് 1 667. നെക്സ്റ്റ് 909 പ്ലസ് 1 910. നെക്സ്റ്റ് 989 പ്ലസ് 1 990. നെക്സ്റ്റ് 999 പ്ലസ് 1 എത്രയാണ്? 1000 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കളർ ടോട്ടോ കാർ. ടോട്ടോ കാറിന് നിറം കൊടുക്കൂ. ഫൈൻഡ് ദ നമ്പേഴ്സ് യു ഹാവ് റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ. നിങ്ങൾ അവിടെ ബോക്സിൽ എഴുതിയ നമ്പേഴ്സ് ഉണ്ടല്ലോ വിട്ട ഭാഗത്ത്, ആ നമ്പേഴ്സ് താഴെയുള്ള പിക്ചറിൽ കണ്ടുപിടിക്കുക. കളർ ദോസ് പാർട്സ്. എന്നിട്ട് ആ ഭാഗത്ത് ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഏതൊക്കെ നമ്പേഴ്സാണ് നിങ്ങളവിടെ ബോക്സിൽ വിട്ട ഭാഗത്ത് എഴുതിയത്? 109, 200, 279, 501, 666, 910, 989, 1000 കൊടുക്കുക. ഫസ്റ്റ് നമ്പർ ഏതാണ്? 109 അല്ലേ. 109 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കുക. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 200. 200 ഇവിടെയുണ്ട്. അപ്പോൾ 200 വരുന്ന ഭാഗത്തൊക്കെ കളർ ചെയ്യുക. നെക്സ്റ്റ് 279 ഇവിടെ കളർ ചെയ്യുക. നെക്സ്റ്റ് 501 കളർ ചെയ്യുക. നെക്സ്റ്റ് 666 ഇവിടെയുണ്ട്. നെക്സ്റ്റ് 910 ഇവിടെയുണ്ട്. രണ്ട് ബോക്സിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എവിടെയൊക്കെയാണ് വരുന്നത് അതൊക്കെ നോക്കി കളർ ചെയ്യണം. നെക്സ്റ്റ് 989. നെക്സ്റ്റ് 1000. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടോട്ടോ കാറാണ് ഇതൊക്കെ കളർ ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് കളർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്പർ പ്ലേറ്റ്. ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. ഇതൊക്കെ ടോട്ടോ കാറിൻ്റെ ഫ്രണ്ട്സ് ആണ്. ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ്. അവിടെ ക്ലൂസ് കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടോ കാറിൻ്റെ നമ്പർ കണ്ടെത്തുക. റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്സ്. എന്നിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ ഇവിടെ, അവിടെ എഴുതി ചേർക്കുക. ഫസ്റ്റ് ക്ലൂ നോക്കാം. 800s 800 അല്ലേ. 4 10s 40, 2 1s 2. അപ്പോൾ ഏതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം? 800s 800 അല്ലേ. പ്ലസ് 4 10s എന്നാൽ 40. നെക്സ്റ്റ് 2 1s 2. അപ്പോൾ 800 പ്ലസ് 40 പ്ലസ് 2 എത്രയാണ്? 2 4 8. 842 ആണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ നമ്പർ എത്രയാണ്? 842 അല്ലേ. 842. നെക്സ്റ്റ് ക്ലൂ എന്താണ്? 1 ലെസ് ദാൻ 910. 910ൽ നിന്ന് 1 കുറവ്. അപ്പോൾ എത്രയാണ്? 909 അല്ലേ. നെക്സ്റ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഏതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ? 999. നെക്സ്റ്റ് 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 കൂടുതൽ അല്ലേ. ഏതിനേക്കാളും? ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിനേക്കാളും 1 കൂടുതൽ. അപ്പോൾ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 99. 99നേക്കാളും 1 കൂടുതൽ എന്നാൽ എത്രയാണ്? 99ൻ്റെ കൂടെ 1 കൂട്ടിയത് എത്രയായിരിക്കും? 100 അല്ലേ. 100. ഓക്കെ,
നെക്സ്റ്റ് ജോയിൻ ദം വരച്ച് ചേർക്കൂ. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഹൂസ് നമ്പേഴ്സ് ആഡ് അപ് ടു ടോട്ടോ കാർസ് നമ്പർ. ടോട്ടോ കാറിൻ്റെ നമ്പർ 1000 ആണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടും? 1000 അല്ലേ. അത് നിങ്ങൾ വരച്ച് ചേർക്കണം. ഫസ്റ്റ് വൺ 505 അല്ലേ. 505നോട് എത്ര ആഡ് ചെയ്താലാണ് 1000 ആവുക? 495 അല്ലേ. അപ്പോൾ അതിലേക്ക് വരച്ച് ചേർക്കുക. നെക്സ്റ്റ് 999 ഇതിനോട് എത്ര ആഡ് ചെയ്താലാണ് 1000 ആവുക? 1 അല്ലേ. നെക്സ്റ്റ് 750യോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 1000 ആവുക? 250 അല്ലേ. നെക്സ്റ്റ് 990യോട് എത്ര ആഡ് ചെയ്താലാണ് 1000 ആവുക? 10 അല്ലേ. 990 + 10 ആണല്ലോ 1000. നെക്സ്റ്റ് 900 + 100 ആണല്ലോ 1000. ഓക്കെ. നെക്സ്റ്റ് ജസ്റ്റ് വൺ മോർ ഒന്നുകൂടി ചേർത്താൽ. വാട്ട് ഈസ് എ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഇവിടെ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ഏതാണ്? 1000ൻ്റെ പ്ലേസിൽ ബീഡ്സ് ഒന്നുമില്ല അല്ലേ, കല്ലൊന്നുമില്ല. അപ്പോൾ അവിടെ 0 ആണ്. ഇനി 100ൻ്റെ പ്ലേസിലോ? ഇൻ 100 പ്ലേസ് ദർ ആർ 9 ബീഡ്സ് അല്ലേ, 9 കല്ലുകളുണ്ട്. 10th പ്ലേസ് ഓൾസോ 9 ബീഡ്സ്. 1st പ്ലേസ് ഓൾസോ 9 ബീഡ്സ്. അപ്പോൾ എത്രയായിരിക്കും സംഖ്യ? 999 അല്ലേ. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? 999. ഇഫ് വി ആഡ് വൺ മോർ, ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുക? 999 + 1 അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക? 9 + 1 10. 0 ഇവിടെ എഴുതുക, 1 ബാക്കി വരുന്നത് മുകളിൽ എഴുതുക. 9 + 1 10. 0 താഴെ എഴുതുക, 1 ബാക്കി വരുന്നത് മുകളിൽ എഴുതുക അല്ലേ. 9 + 1 10. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 1000. ഇഫ് വി ആഡ് വൺ മോർ, ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? 1000. 1000. നെക്സ്റ്റ് ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. ഈ നമ്പർ ഒന്ന് അബാക്കസിൽ വരക്കൂ. ഏതാണ്? 1000 അബാക്കസിൽ വരക്കാനല്ലേ. എങ്ങനെയാണ് 1000 അബാക്കസിൽ വരക്കുക? 1000ൻ്റെ പ്ലേസിൽ ഒരു ബീഡ് വരക്കുക, 1 ബീഡ്. 100 പ്ലേസിൽ വേണോ? ഇല്ല അല്ലേ. 10ൻ്റെ പ്ലേസിലും വേണ്ട, 1ൻ്റെ പ്ലേസിലും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് 1000ന് അബാക്കസിൽ വരക്കുക? 1000ൻ്റെ പ്ലേസിൽ മാത്രം 1 ബീഡ്, ഒരു കല്ല വരക്കുക, ഒരു മുത്ത് വരക്കുക. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? 1 ബീഡ് ഇൻ ദ അബാക്കസ്. അബാക്കസിലെ ഒരു മുത്താണ്. ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ 1 കൂടുതലാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്? അബാക്കസിൽ എൻ്റെ സ്ഥാനം എവിടെയാണ്? ഞാൻ ആരാണ്? 1000 അല്ലേ. ഇനി അബാക്കസിൽ എൻ്റെ സ്ഥാനം എവിടെയാണ്? ഇൻ 1000th പ്ലേസ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി പെട്രോൾ പമ്പ്. കാർസ് ഇൻ ദ റേസ് ഫിൽഡ് പെട്രോൾ ഫോർ 1000 rupees. കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. ടോട്ടോ കാർ ഗേവ് 100 rupee നോട്ട്സ്. ടോട്ടോ കാറ് ഈ 1000 രൂപ 1000 rupees 100 rupee 100 രൂപയുടെ നോട്ടുകളായിട്ടാണ് കൊടുത്തത്. ഹൗ മെനി നോട്ട്സ്? അപ്പം എത്ര നോട്ടുകൾ വേണ്ടി വന്നിട്ടുണ്ടാകും? ഹൗ മെനി ഹൺഡ്രഡ്സ് ബിക്കം എ 1000? എത്ര നൂറുകൾ കൂടിയാൽ ഒരു 1000 ആകും, ഒരു 1000 ആകും? 10 100 rupees അല്ലേ. അപ്പോൾ എത്ര 100 rupee നോട്ട്സ് കൊടുത്തിട്ടുണ്ടാകും ടോട്ടോ കാറ്? 10 100 rupee നോട്ട്സ് കൊടുത്തിട്ടുണ്ടാകും. 10 100 കൂടിക്കഴിഞ്ഞാലാണ് 1000 ആകുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ടോമോ കാർ ഗേവ് എ ഷെഫ് ഓഫ് 10 rupee നോട്ട്സ്. ടോമോ കാർ എന്താണ് ചെയ്തത്? ഒരു കെട്ട് 10 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ എത്ര നോട്ടുകൾ ടോമോ കാർ കൊടുത്തിട്ടുണ്ടാവും? എത്രയാണ് കൊടുക്കേണ്ടത് പെട്രോൾ പമ്പിൽ? 1000 rupee അല്ലേ, 1000 രൂപ. അപ്പോൾ എത്ര 10കൾ കൂടിയാലാണ്, എത്ര 10s കൂടിക്കഴിഞ്ഞാലാണ് 1000 ആവുക? ഹൗ മെനി 10s ബിക്കംസ് എ 1000? 100 10s അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ? 100 10 rupee നോട്ട്സ്. നെക്സ്റ്റ് ബഗ്ഗി കാർ ഗേവ് 1 rupee കോയിൻസ്. ഇനി ബഗ്ഗി കാർ എല്ലാം 1 രൂപയുടെ നാണയങ്ങളായിട്ടാണ് കൊടുത്തത്. ഹൗ മെനി കോയിൻസ്? അപ്പോൾ എത്ര നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ബഗ്ഗി കാർ? എത്ര 1 rupee കോയിൻസ് കൂടിക്കഴിഞ്ഞാലാണ് 1000 rupee ആവുക? ഹൗ മെനി 1 rupees ബിക്കംസ് എ 1000? 1000 തന്നെയാണ് അല്ലേ. 1000 1 രൂപ നാണയങ്ങൾ കൂടിയാലാണ് 1000 രൂപയാകുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ?
1000 തന്നെയാണ്. നെക്സ്റ്റ് കാർ റേസ്, കാറോട്ട മത്സരം. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്. കാർ റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരമായിട്ട് നടക്കുകയാണ്. 1000 പോയിൻറ്റ്സ് ആർ ഗോട്ട് ഫോർ ഫിനിഷിംഗ് ഈച്ച് റൗണ്ട്. ഒരു റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് എത്ര കിട്ടും? 1000 പോയിൻറ്റ്, 1000 പോയിൻറ്റ്സ് ലഭിക്കും. ദ നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. ഓരോ കാറുകളും കംപ്ലീറ്റ് ചെയ്ത നമ്പർ ഓഫ് റൗണ്ട്സ് താഴെ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ദെയർ പോയിൻറ്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. നോക്കാം. ഫസ്റ്റ് കാർ ആരാണ്? നെയിം ഓഫ് കാർ ഫസ്റ്റ് മിക്കിയാണ് അല്ലേ. മിക്കി എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു? 1 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്ത്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 പോയിൻറ്റ് ലഭിക്കും എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 1000 പോയിൻറ്റ്സ് ആർ ഗോട്ട് ഫോർ ഫിനിഷിംഗ് ഈച്ച് റൗണ്ട്. അപ്പോൾ മിക്കിക്ക് എത്ര പോയിൻറ്റ് ലഭിക്കും? 1000 പോയിൻറ്റ്. നെക്സ്റ്റ് സ്കൈബിക്ക് 5000 പോയിൻറ്റ് അല്ലേ. 5 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 5000 പോയിൻറ്റ് കിട്ടും. നെക്സ്റ്റ് ബഗ്ഗി 3000. നെക്സ്റ്റ് ആൽഫ 6000. നെക്സ്റ്റ് ടോമോ 7000. ഫ്ലോറ 4000 അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രെഡി കംപ്ലീറ്റ് ചെയ്തത് 8 റൗണ്ടാണ്. അപ്പോൾ 8000 പോയിൻറ്റ് ഫ്രെഡിക്ക് കിട്ടും അല്ലേ. നെക്സ്റ്റ് സ്പീഡി 9 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സ്പീഡിക്ക് 9000 പോയിൻറ്റ് ലഭിക്കും. ടോട്ടോ 10 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ടോട്ടോക്ക് 10,000 പോയിൻറ്റ് കിട്ടും. ബോണി 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബോണിക്ക് 2000 പോയിൻ്റാണ് ലഭിക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ പോയിൻറ്റ്സ് ഗോട്ട് ബൈ ദ കാർസ്. കാറുകൾക്ക് ലഭിച്ച പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റൈറ്റ് ദെയർ നെയിംസ് ഇൻ ഓർഡർ. ഇതിൻ്റെ പേരുകൾ നിങ്ങൾ ഓർഡറിൽ എഴുതുക. റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ്. അത് നിങ്ങൾക്ക് വ്യത്യസ്ത വഴികളിലും എഴുതാം. എങ്ങനെയൊക്കെ എഴുതാം? ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം അല്ലേ, കുറവിൽ നിന്ന് കൂടുതലിലേക്ക്. അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലും എഴുതാം. ആദ്യം കൂടുതൽ എഴുതാം, പിന്നെ കുറഞ്ഞ രീതിയിലും എഴുതാം. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഫസ്റ്റിൽ ആരെ എഴുതാം? മിക്കി എഴുതാം അല്ലേ. സെക്കൻഡ് ബോണി വരും 2000. തേർഡ് ബഗ്ഗിയാണ് 3000. ഫോർത്ത് ഫ്ലോറ 4000. ഫിഫ്ത്ത് സ്കൈബി. സിക്സ്ത്ത് ആൽഫ. സെവൻത്ത് ടോമോ. എയ്ത്ത് ഫ്രെഡി. നയൻത്ത് സ്പീഡി. 10th ടോട്ടോ. ഓക്കെ. നെക്സ്റ്റ് ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. പടി കയറാം. റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ നമ്പർ എഴുതി ചേർക്കുക. അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്ര കൊടുത്തിട്ടുണ്ട്? 1000 കൊടുത്തിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പിൽ 2000 കൂടിക്കഴിഞ്ഞാൽ 2000 കിട്ടി. ഇനി തേർഡ് സ്റ്റെപ്പിൽ 3000 കൂടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 3000 എന്ന് എഴുതുക അല്ലേ. 3000. നെക്സ്റ്റ് ഫോർത്ത് 4000 താഴെ എഴുതുക. 4000 താഴെ എഴുതുക. എന്നിട്ട് മുകളിൽ 4000 എന്ന് എഴുതുക. നെക്സ്റ്റ് 5000, 6000, 7000, 8000, 9000, 10,000. Okay. Next, draw the points Sky Bee car got in the abacus. ഇനി സ്കൈ ബി കാർ നേടിയ പോയിൻറ്റ്സ് നിങ്ങൾ അബാക്കസിൽ വരയ്ക്കുക. എത്രയാണ് സ്കൈ ബി കാറിന് കിട്ടിയ പോയിൻറ്റ്? 5000 അല്ലേ. 5000 മേക്ക് 5000. 5000 കൂടിക്കഴിഞ്ഞാൽ 5000 ആകും. അപ്പോൾ എങ്ങനെയാണ് അത് അബാക്കസിൽ വരക്കാം? 5000 1000ൻ്റെ പ്ലേസിൽ 5 ബീഡ്സ് വരക്കുക അല്ലേ. നമുക്ക് വരക്കാം. 1 2 3 4 5. അപ്പോൾ എത്രയായി? ഇവിടെ 5 ആയി. നെക്സ്റ്റ് 100ൻ്റെ പ്ലേസിലൊന്നുമില്ല, 0. 10ൻ്റെ പ്ലേസിലും ഇല്ല, 0. 1ൻ്റെ പ്ലേസിലും ഇല്ല, 0 അല്ലേ. അപ്പോൾ 5000 ഇങ്ങനെയാണ് അബാക്കസിൽ വരക്കുക. നെക്സ്റ്റ് ദ പോയിൻറ്റ് സ്പീഡി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. ഇനി നിങ്ങൾ സ്പീഡി കാറിന് കിട്ടിയ പോയിന്റ് ഇവിടെ അബാക്കസിൽ വരക്കുക. എത്രയാണ് സ്പീഡി കാറിന് കിട്ടിയ പോയിന്റ്? 9 of 1000 മേക്ക് 9000. 9000 കൂടിക്കഴിഞ്ഞാൽ 9000 ആകും അല്ലേ. 9000 ആണ് സ്പീഡി കാറിന് കിട്ടിയത്. അപ്പോൾ 9000 എങ്ങനെയാണ് അബാക്കസിൽ വരക്കാം? 1000ൻ്റെ പ്ലേസിൽ 9 ബീഡ്സ് 9 മുത്തുകൾ വരക്കണം അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 9. 9 ആയി. 1000 പ്ലേസിൽ 9. 100ൻ്റെ പ്ലേസിൽ 0 ആണ്. 10th place also 0. 1st place also 0. 9000 അല്ലേ. ഓക്കെ. നെക്സ്റ്റ് 10 of 1000s make 10,000. 10,000 ചേരുമ്പോൾ
10,000 ആകും അല്ലേ, 10,000 ആകും. വാട്ട് അബൌട്ട് 20,000? അങ്ങനെയാണെങ്കിൽ 20,000 കൂടി കഴിഞ്ഞാലോ 20,000 ആവും അല്ലേ. 20,000 20 എഴുതുക, 3 zeros എഴുതുക. ഓക്കെ. നെക്സ്റ്റ് റൈറ്റ് ദ സംസ്. തുകകൾ എഴുതുക. 10 കൊടുത്തിട്ടുണ്ട്. 10, 100, 1000, 10,000. ഇനി 10 എങ്ങനെയാണ് കിട്ടുക? 5 + 5 കൂടിക്കഴിഞ്ഞാൽ 10 ആണ്. 6 + 4 ഓൾസോ 10, 7 + 3 10. ഇനി നെക്സ്റ്റ് എത്ര ആയിരിക്കും വേണ്ടത്? 8 + 2 10, 9 + 1 10. നെക്സ്റ്റ് 100, 50 + 50 100 ആണ്. നെക്സ്റ്റ് 60 + 40 100 ആണ്. 70 + 30 100 ആണ്. 80 + 20 100, 90 + 10 100. നെക്സ്റ്റ് 1000 എങ്ങനെയൊക്കെ കിട്ടും? 500 + 500 1000 ആണ്. 600 + 400 1000 ആണ്. 700 + 300 1000 ആണ്. 800 + 200 1000 ആണ്. 900 + 100 1000 ആണ്. നെക്സ്റ്റ് 10,000. 5,000 + 5,000 10,000 ആണ്. നെക്സ്റ്റ് 6,000 + 4,000 1000 ആണ്. 7,000 + 3,000 ഓൾസോ 1000. 8,000 + 2,000 9,000 + 1,000. ഓക്കെ. നെക്സ്റ്റ് സ്പീഡോമീറ്റർ. ബിഫോർ ദ റേസ് ടോട്ടോ കാർ ഹാഡ് ഡൺ 1000 കിലോമീറ്റേഴ്സ്. കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടോട്ടോ കാർ 1000 കിലോമീറ്റർ ഓടി. 1 ലാപ്പ് ഓഫ് ദ റേസ് ഈസ് 1 കിലോമീറ്റർ. ഒരു ലാപ്പ് എന്നത് 1 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ദ ടേബിൾ. 1 ലാപ്പ് ഓടുമ്പോൾ സ്പീഡോമീറ്ററിൽ എത്രയാകും? 1000 + 1 1001 ആകും. 2 ലാപ്പ് 1000 + 2 1002 ആകും. നെക്സ്റ്റ് 3 ലാപ്പ് 1000 + 3 1003. 4 ലാപ്പ് 1000 + 4 1004. 5 ലാപ്പ് 1000 + 5 1005. 6 ലാപ്പ് 1000 + 6 1006. 7 ലാപ്പ് 1000 + 7 1007. What would be the speedometer reading after 11 laps? 11 laps ആകുമ്പോൾ സ്പീഡോമീറ്ററിലെ റീഡിങ് എത്രയാകും? 1000 + 11 അല്ലേ. 1000 + 11 എത്രയാണ്? 1011. ആഫ്റ്റർ 15 laps 1000 + 15 is equal to 1015. After 25 laps 1000 + 25 is equal to 1025. Okay. Next, write, draw and read. എഴുതാം, വരയ്ക്കാം, വായിക്കാം. 1001 1001 വേർഡ്സിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് പ്ലേസ് എങ്ങനെ ഇടാം? 1 എഴുതാം. 0 0 1. നെക്സ്റ്റ് 1002 എങ്ങനെ എഴുതാം? 1 0 0 2. നെക്സ്റ്റ് 1004 1 0 0 4. 1000ൻ്റെ പ്ലേസിൽ 1 എഴുതാം. 100ൻ്റെ പ്ലേസിൽ 0 എഴുതാം. 10ൻ്റെ പ്ലേസിൽ 0 എഴുതാം. 1's പ്ലേസ് ഓൾസോ 1's പ്ലേസിൽ 4 എഴുതാം അല്ലേ. നെക്സ്റ്റ് 1006 എങ്ങനെയാണ് എഴുതാം? 1006 1 1000ൻ്റെ പ്ലേസിൽ 1, 100 പ്ലേസ് 0, 10's പ്ലേസ് 0, 1's പ്ലേസ് 6. 1 0 0 5. 1009 1 0 0 9. 1007 1 0 0 7. 1008 1 0 0 8. 1010 1 0 1 0. കമ്പൈനിങ് വിത്ത് 1000 ആയിരത്തോട് ചേരുമ്പോൾ 1000 + 100 1000 100 1000 100 1000 and 100. റൈറ്റ് ഇൻ വേർഡ്സ്. 1000 + 10 1000 10 1000 10 1000 and 10. ഇതേ പാറ്റേണിൽ സെയിം പാറ്റേണിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലും ഫില്ല് ചെയ്യുക. 2000 + 200 2200 2200 2000 and 200 റൈറ്റ് ഇൻ വേർഡ്സ്.
3000 plus 40, 3040, 3040 write in numbers, 3040 write in words. 3000 plus 5, 3005, 3005. 1000 plus 300 plus 30, 1330, 1330. 5000 plus 30 plus 3, 5033, 5033. 8300 plus 3, 8303, 8303. Next, 6000 plus 700 plus 40 plus 8, 6748, 6748. Okay. Next question, how many numbers are there from 1000 to 1200? From 1001 to 1200, there are 200 numbers. 1001 മുതൽ 1200 വരെ 200 നമ്പേഴ്സ് ഉണ്ട്. 200 നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾക്കറിയാം അല്ലേ? 1 മുതൽ 200 വരെ 200 നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 1000ൻ്റെ കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യണം അല്ലേ? 1000 കൂടി ഉണ്ടല്ലോ. 1000 to 1000 to 1200 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ 1000നെ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാകും? ഈ 200ൻ്റെ കൂടെ 200ൻ്റെ കൂടെ 1 കൂടി ആഡ് ആവും. അപ്പോൾ എത്ര നമ്പേഴ്സാണ്? 201 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200? 201 നമ്പേഴ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ വേർഡ്സിലേക്ക് എഴുതുക. 5250. എങ്ങനെ എഴുതാം? 5250. നെക്സ്റ്റ് വേർഡ്സിൽ കൊടുത്തിരിക്കുന്നു, അത് നമ്പേഴ്സിലേക്ക് എഴുതുക അല്ലേ? 7707. നെക്സ്റ്റ് 9018. നെക്സ്റ്റ് 9009. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമ്പർ കാർഡ്സ്. സീ ദ നമ്പർ കാർഡ്സ്. നമ്പർ കാർഡ്സ് നോക്കൂ. റൈറ്റ് ദ 4-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദം. ഈ നമ്പർ കാർഡ്സ് ഉണ്ടല്ലോ, 3, 5, 8, 1 അല്ലേ? ഈ 4 നമ്പേഴ്സ്, ഈ 4 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 4-digit നമ്പേഴ്സ്, 4 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എങ്ങനെ എഴുതാം നമ്മൾക്ക്? ഫസ്റ്റിൽ സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്മോളസ്റ്റ് നമ്പർ ഏതിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഫസ്റ്റിൽ നമ്മൾക്ക് എഴുതാം. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? 1358. 1358. നെക്സ്റ്റ് 1385. നെക്സ്റ്റ് 1538. 1583. 1835. 1853. നെക്സ്റ്റ് 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതാം. 3158. 3185. 3518. 3581. 3815. 3851. നെക്സ്റ്റ് 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 5138. 5183. 5318. 5381. 5813. 5831. നെക്സ്റ്റ് 8ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 8135. 8153. 8315. 8351. 8513. 8531. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5ൽ തുടങ്ങുന്ന സംഖ്യകൾ എത്രയാണ് ഉള്ളത്? 6 അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ 10th പ്ലേസ്? 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? ഹൗ മെനി നമ്പേഴ്സ്? എത്ര സംഖ്യകളുണ്ട്? 6 തന്നെയാണ് അല്ലേ? നെക്സ്റ്റ്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി നമ്മൾ എഴുതിയ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇത് സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ
എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഫസ്റ്റ് എഴുതേണ്ടത് 1358, ലാർജസ്റ്റ് നമ്പർ 8531. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി റീഡിങ് ദ നമ്പർ. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. സ്പീഡി കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ചെളിയിൽ പൂണ്ടിട്ടാണുള്ളത്. നമ്പർ നൗ സീൻ, ഇപ്പോൾ കാണുന്ന നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എത്രയാണ് സ്പീഡി കാറിൻ്റെ നമ്പർ ഇപ്പോൾ കാണുന്നത്? 9 അല്ലേ? വെൻ ക്ലീൻഡ് എ ബിറ്റ്, കുറച്ച് വൃത്തിയാക്കിയപ്പോൾ എങ്ങനെ കണ്ടു? 99. ആഫ്റ്റർ ക്ലീനിങ് സം മോർ, കുറച്ചുകൂടി വൃത്തിയാക്കിയപ്പോൾ 999 കണ്ടു അല്ലേ? വെൻ ഓൾമോസ്റ്റ് ക്ലീൻഡ്, എല്ലാം വൃത്തിയാക്കിയപ്പോൾ ശരിക്കും എത്രയാണ് സ്പീഡി കാറിൻ്റെ നമ്പർ? 9999. നെക്സ്റ്റ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഹൗ പ്രറ്റി, എന്തൊരു ഭംഗിയാണ്. 9 + 1 10. 99 + 1 എത്രയായിരിക്കും? 100 അല്ലേ? 999 + 1 1000 ആണ്. 9999 + 1 എത്രയായിരിക്കും? 10,000. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗെയിമാണ് മഡ് റേസ്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് മഡ് റേസ് കളിക്കൂ. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100, 200, 300, 400, 500, 600 ഇങ്ങനെ വരുന്ന ഡൈസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കളിക്കേണ്ടത്. മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. ഡൈസ് എത്രയാണോ വീഴുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? കാറ് മൂവ് ചെയ്യണം അല്ലേ? ഇഫ് യു ലാൻഡ് ഓൺ എ ബ്രിഡ്ജ്, നിങ്ങളൊരു പാലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? യു ക്യാൻ മൂവ് അക്രോസ് ടു ഗോ ഫോർവേഡ്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഇഫ് യു ലാൻഡ് ഓൺ എ പിറ്റ്, ഇനി ഒരു കുഴിയിലാണ് വീണതെങ്കിലോ? യു സ്ലൈഡ് ബാക്ക്വേർഡ്സ്, നിങ്ങൾ ബാക്കിലേക്ക് തന്നെ വരും അല്ലേ? ദ ഫസ്റ്റ് ടു റീച്ച് 11,000 വിൻസ്. ആരാണോ 11,000 ആദ്യം എത്തുന്നത് അവരാണ് ജയിക്കുക. അപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഇവിടെ ഡൈസ് വീഴുന്നു. ഇപ്പോൾ ഇവിടെ 400 വീണിട്ടുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 400 നീക്കി വെക്കുക അല്ലേ? ഇനി പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഫോർവേഡ് പോവുക, കുഴിയിലാണ് എത്തിയെങ്കിൽ ബാക്ക്വേർഡ് വരിക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് കളിക്കുക, കൂട്ടുകാരുമൊത്ത് കളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗിഫ്റ്റ്, സമ്മാനം. ടോട്ടോ വൺ ദ റേസ്. ടോട്ടോ റേസിൽ ജയിച്ചു. ഗോട്ട് എ ട്രോഫി ആൻഡ് എ ക്യാഷ് പ്രൈസ്. ഒരു ട്രോഫിയും ക്യാഷ് പ്രൈസും കിട്ടി. ദ മണി വാസ് ഗിവൺ ആസ് എ ചെക്ക്. അപ്പോൾ സമ്മാനം കൊടുത്തിരിക്കുന്നത് ചെക്കായിട്ടാണ്. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ നമ്പേഴ്സ്. ഈ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ അത് വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ നമ്പേഴ്സിൽ എഴുതുക. എത്രയാണ് വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്? 90,999 ഓൺലി. അപ്പോൾ 90,999 വേർഡ്സിൽ എഴുതുക അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും സഞ്ചരിച്ച ദൂരം താഴെ കൊടുത്തിരിക്കുന്നു. കാർ മിക്കി എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു? 8,546. ബോണി 7,982. സ്പീഡി 6,375. ഫ്രെഡി 5,114. ഫ്ലോറ 6,735. ടോട്ടോ 8,564. ടാബുലേറ്റ് ദ കാർസ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസസ് ദേ ഹാവ് ട്രാവൽഡ്. നിങ്ങൾ കാറുകൾ സഞ്ചരിച്ച ദൂരത്തിനനുസരിച്ച് ഇവിടെ ടാബുലേറ്റ് ചെയ്ത് ടേബിൾസിൽ എഴുതുക. എങ്ങനെയാണ് ടാബുലേറ്റ് ചെയ്യേണ്ടത്? വിത്ത് ദ കാർ വിച്ച് ട്രാവൽഡ് മോസ്റ്റ് അറ്റ് ദ ബിഗിനിങ്. അതായത് ഫസ്റ്റിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ച കാറിനെ എഴുതുക. ആൻഡ് ദ കാർ വിച്ച് ട്രാവൽഡ് ദ ലീസ്റ്റ് അറ്റ് ദ എൻഡ്. കുറവ് ദൂരം സഞ്ചരിച്ച കാറിനെ ഏറ്റവും അവസാനവും എഴുതുക. നമുക്ക് എഴുതി നോക്കാം അല്ലേ? ഫസ്റ്റ് നമുക്ക് ടേബിളിൽ ഒന്ന് വായിച്ച് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ ടേബിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച കാർ ഏതാണ്? ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഏതാണ് വരുന്നത്? 8,564 അല്ലേ? 8,564 ആണ് ഇതിൽ ഈ നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പറായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് ടോട്ടോ കാറാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആരാണ്? മിക്കി അല്ലേ? 8,546. നെക്സ്റ്റ് ആരാണ്? 7,982 അല്ലേ? അതാരാണ്? ബോണി. നെക്സ്റ്റ് ഫ്ലോറ 6,735. നെക്സ്റ്റ് സ്പീഡി 6,375.
375. Next, Freddy 5114. Okay. Next, buggy car's number. Buggy car's number. Take one bead from the thousands place in the abacus and put in the ones place. എന്താണ് പറഞ്ഞത്? അബാക്കസിൽ 1000ൻ്റെ പ്ലേസിൽ നിന്നും ഒരു ബീഡ് എടുത്തിട്ട് 1ൻ്റെ സ്ഥാനത്തേക്ക് 1ൻ്റെ പ്ലേസിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ 5 ആണ് ഉള്ളത് അല്ലേ? 5 ആണ് ഇവിടെ ഉള്ളത് ഓൾറെഡി. അതെന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും അല്ലേ? 5 4 ആയിട്ട് മാറും. ഇവിടെ എന്താകും? 1's പ്ലേസിൽ 0 ആണ് ഉള്ളത്. 0 1 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അവിടെ വാട്ട് ഈസ് ദ നമ്പർ നൗ എന്താണ് ചോദ്യം. ഇപ്പോൾ ഈ അബാക്കസിലെ നമ്പർ, ഈ അബാക്കസിൻ്റെ നമ്പർ എത്രയായിരിക്കും? 5 4 ആയി അല്ലേ? ഇവിടുന്ന് 1 പോയല്ലോ, 1 ഇവിടത്തേക്ക് വന്നല്ലോ, ഒരു ബീഡ് 1's പ്ലേസിൽ വന്നു. അപ്പോൾ ഇവിടെ 4 ആയി. 4 100ൻ്റെ പ്ലേസിൽ 0 തന്നെയാണ്, 10's പ്ലേസിലും 0 തന്നെയാണ്, 1's പ്ലേസിൽ 1. 4001. Answer is, what is the number now? 4001. Buggy car's number is the difference of the first number in the abacus and the number in it now. ബഗ്ഗി കാറിൻ്റെ നമ്പർ നമ്മൾക്ക് കിട്ടിയില്ല അല്ലേ? ബഗ്ഗി കാറിൻ്റെ നമ്പർ എങ്ങനെയാണ് കാണേണ്ടത്? ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ അബാക്കസ് ആൻഡ് ദ നമ്പർ ഇൻ ഇറ്റ് നൗ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബാക്കസിലുണ്ടായിരുന്ന ഫസ്റ്റ് നമ്പർ 5000 അല്ലേ? 1000ൻ്റെ പ്ലേസിൽ 5000 5000. ആൻഡ് ദ നമ്പർ ഇൻ ഇറ്റ് നൗ. നമ്പർ ഇപ്പോഴുള്ള നമ്പർ നമ്മൾ മാറ്റിയിട്ട സമയത്ത് ബീഡ്സ് മാറ്റിയിട്ടില്ലേ? ആ സമയത്ത് എത്ര നമ്പറായി? 4001 ആയി അല്ലേ? ഇതെന്ത് ചെയ്യണം? ഡിഫറൻസ് ചെയ്യണം. അതായത് 5000 നിന്ന് 4001 കുറക്കുക. 5000 മൈനസ് 4001. 0ന്ന് 1 കുറക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ നിന്ന് കടം എടുത്തു അല്ലേ? അപ്പോൾ എത്രയായി? 10ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 9. നെക്സ്റ്റ് ഇവിടെ 9 തന്നെയാണ്, ഇവിടെയും 9 തന്നെയാണ്. 999. വാട്ട് ഈസ് ദ നമ്പർ? ബഗ്ഗി കാറിൻ്റെ നമ്പർ ഇപ്പോൾ എത്രയാണ്? 999. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആഡിങ് വൺ മോർ. ഒന്നുകൂടി ചേർത്താൽ. വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? അബാക്കസിൽ, ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന നമ്പർ എത്രയാണ്? അപ്പോൾ അബാക്കസിൽ 10,000ൻ്റെ പ്ലേസിൽ ഒന്നുമില്ല അല്ലേ? 1000ൻ്റെ പ്ലേസിൽ എത്ര ബീഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ? 9. ഇനി 100ൻ്റെ പ്ലേസിൽ 9 തന്നെയാണ് അല്ലേ? 10's പ്ലേസ് ഓൾസോ 9 ആണ്, 1's പ്ലേസ് ഓൾസോ 9 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ്? വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? 9999. വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to each? ഈ 9999നോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? 9 + 1 10 അല്ലേ? 0 ഇവിടെ ഇടുക, 1 ബാക്കി വരുന്നത് മുകളിൽ കൊടുക്കുക. 1 + 9 വീണ്ടും 10 തന്നെയാണ്, 1 ബാക്കി കൊടുക്കുക. 9 + 1 വീണ്ടും 10 ആണ്, 1 ബാക്കി കൊടുക്കുക. 9 + 1 10 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 10,000. വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to each? 10,000. 10 എഴുതുക, 3 zeros ഇടുക. 10,000. നെക്സ്റ്റ് ആക്ടിവിറ്റി, ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോ കാർ വർക്ക്ഷോപ്പിൽ. ടോമോ കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയർ ആഫ്റ്റർ ദ റേസ്. ടോമോ കാറിന് എന്ത് ചെയ്തു? വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അല്ലേ? മത്സരത്തിന് ശേഷം അതിനെന്തോ തകരാറ് പറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? 3,500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി. ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് 3,500 രൂപയായി. പിന്നെയോ 2,500 rupees ഫോർ എൻജിൻ വർക്ക്. എൻജിൻ വർക്കിന് വേണ്ടി 2,500 രൂപയായി. ആൻഡ് 4,000 rupees ഫോർ പെയിൻറ്റിങ്. 4,000 രൂപ പെയിൻറ്റിങ്ങിന് വേണ്ടി ആയി. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? അപ്പോൾ മൊത്തം ചിലവാക്കിയ തുക എത്രയാണ്? വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിങ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം വായിച്ച സമയത്ത് ഞാൻ എന്ത് മനസ്സിലാക്കി അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താ മനസ്സിലാക്കിയത്? സ്പെൻഡ് 3,500 rupees ഫോർ ചേഞ്ചിങ് ബാറ്ററി, 2,500 rupees ഫോർ എൻജിൻ വർക്ക്, 4,000 rupees ഫോർ പെയിൻറ്റിങ് അല്ലേ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എത്രയായിരിക്കും? 3,500 പ്ലസ് 2,500 പ്ലസ്
4000 അല്ലേ? അപ്പോൾ ആകെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? 3500ഉം 2500ഉം ആദ്യം കൂട്ടുക അല്ലേ? അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 3000 2000 5000 ആണ്. 500ഉം 500ഉം 1000 ആണ്. അപ്പോൾ ഈ 5000ൻ്റെ അപ്പുറം ആ 1000 കൂടെ കൂട്ടുക അല്ലേ? അപ്പോൾ 6000 കിട്ടി. ഇനി 6000ഉം 4000ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10,000 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എത്രയാണ്? 10,000. നെക്സ്റ്റ് ആക്ടിവിറ്റി ഓൺ എ ടൂർ. ടോട്ടോ കാർ ഈസ് ബീങ് റെഡിഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ. ടോട്ടോ കാർ ഒരു ഓൾ ഇന്ത്യ ടൂർ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഓൾ 4 ടയേഴ്സ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. എല്ലാ 4 ടയേഴ്സും മാറ്റണം ടോട്ടോ കാറിൻ്റെ. ദ പ്രൈസ് ഓഫ് 1 ടയർ ഈസ് 2500 റുപ്പീസ്. ഒരു ടയറിൻ്റെ വില 2500 രൂപയാണ്. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ 4 ടയേഴ്സ്. അപ്പോൾ 4 ടയേഴ്സിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 2500 റുപ്പീസ് 4 ടൈംസ് ആഡ് ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 4 ഇൻറ്റു 2500 റുപ്പീസ് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 2500 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഇൻറ്റു 2500 എത്രയായിരിക്കും? 4 തവണ 2500 കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 2500ഉം 2500ഉം 5000 ആണ്. അപ്പോൾ ഒരു 5000 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? 10,000. ആൻസർ എത്രയാണ്? 10,000. ആക്ടിവിറ്റി ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. ബോണി ഒരു ഇലക്ട്രിക് കാറാണ്. ദി എമൗണ്ട് പെയ്ഡ് ഫോർ റീചാർജ് ഡ്യൂറിങ് ഇറ്റ്സ് ഓൾ ഇന്ത്യ ടൂർ ആർ ഗിവൺ ബിലോ. ഓൾ ഇന്ത്യ ടൂറിന് റീചാർജ് ചെയ്യാൻ വേണ്ടി എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 3500 റുപ്പീസ്, 2000 റുപ്പീസ്, 3000 റുപ്പീസ്. ടോട്ടൽ എത്രയായിരിക്കും? ഈ കാൽക്കുലേറ്റഡ് ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? എങ്ങനെ ചെയ്യാം? ഫസ്റ്റിൽ 3000ഉം 2000ഉം ആഡ് ചെയ്യുക. എത്രയാണ്? 5000. പിന്നെ ഈ 5000നോട് എന്ത് ചെയ്യാം? 3500 ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 5000 പ്ലസ് 3500 എത്രയാണ്? 8500 അല്ലേ? 8500. നെക്സ്റ്റ് ആക്ടിവിറ്റി കണ്ടിന്യൂ ദ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് വൺ 500 1000 1000 ആൻഡ് 500 ഡാഷ് കൊമ ഡാഷ് കൊമ ഡാഷ്. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക? ഫസ്റ്റ് നമ്പർ 500 ആണ്. ഈ 500ൻ്റെ കൂടെ വീണ്ടും 500 ആഡ് ചെയ്യുമ്പോഴാണ് 1000 ആകുന്നത് അല്ലേ? 1000 കൂടെ 500 ആഡ് ചെയ്യുമ്പോഴാണ് 1500 ആകുന്നത്. അപ്പോൾ 1500ൻ്റെ കൂടെ വീണ്ടും 500 ആഡ് ചെയ്യുക. എത്ര കിട്ടുക? 2000. വീണ്ടും 500 ആഡ് ചെയ്യുക. 2500. നെക്സ്റ്റ് 3000 3500 4000 4000 ആൻഡ് 500. നെക്സ്റ്റ് സെക്കൻഡ് വൺ 4000 6000 8000 ഡാഷ് കൊമ ഡാഷ് കൊമ ഡാഷ്. 4000ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 6000 ആകുന്നത്? 2000 അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്നില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ 6000ൽ നിന്ന് 4000 മൈനസ് ചെയ്യുക. അപ്പോൾ 2000 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 4000നോട് 2000 ആഡ് ചെയ്യുമ്പോഴാണ് 6000 ആകുന്നത്. ഇനി 6000നോട് 2000 ആഡ് ചെയ്യുമ്പോഴാണ് 8000 ആകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? 8000ൻ്റെ കൂടെ വീണ്ടും 2000 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 10,000 അല്ലേ? നെക്സ്റ്റ് 10,000ൻ്റെ കൂടെ 2000 ആഡ് ചെയ്യുക. 12,000. 12,000ൻ്റെ കൂടെ 2000 ആഡ് ചെയ്യുക. 14,000. നെക്സ്റ്റ് 16,000 18,000 ആൻഡ് 20,000. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 7,628 7,728 7,828 ഡാഷ് കൊമ ഡാഷ് കൊമ ഡാഷ്. നമ്പർ ഫസ്റ്റിൽ നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ കാണുമ്പോഴേ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? 7,628ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 7,728 ആകുന്നത്? 100 അല്ലേ? 100 ആഡ് ചെയ്യുമ്പോഴാണല്ലേ? അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 7,728 എന്ന് എഴുതുക. 7,728 എന്ന് എഴുതുക. അതിൽ നിന്ന് അതായത് സെക്കൻഡ് നമ്പറാണല്ലോ വലിയ നമ്പർ. അതിൽ നിന്ന് എന്ത് ചെയ്യുക? 7,628 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 100 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് 100 ആണ്, 100 ആണ്. അപ്പോൾ 100 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ?
നെക്സ്റ്റ് നാലാമത്തെ നമ്പർ, ഫോർത്ത് നമ്പർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? 7828 കൂടെ വീണ്ടും 100 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 7928. നെക്സ്റ്റ് വീണ്ടും 100 ആഡ് ചെയ്യുമ്പോൾ 8028. നെക്സ്റ്റ് 8128. നെക്സ്റ്റ് 8228. നെക്സ്റ്റ് 8328. നെക്സ്റ്റ് ഫോർത്ത് വൺ 2222, 3333, 4444, dash, dash, dash. Next, fourth question, 2222, 3333, 4444, dash, dash, dash. നമ്പർ കാണുന്ന സമയത്ത് തന്നെ നമ്മൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ? ഫസ്റ്റിൽ 42 ആണ് വരുന്നത്, നെക്സ്റ്റ് 43 ആണ്, നെക്സ്റ്റ് 44 ആണ് അല്ലേ? അപ്പോൾ ഓരോ ഡിജിറ്റിൻ്റെ കൂടെയും 1 ആഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഏത് നമ്പറാണ് ശരിക്കും ആഡ് ചെയ്യുന്നത്? ഓരോ 4 ഡിജിറ്റ്സിൻ്റെ കൂടെയും 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും എത്രയാണ് ആഡ് ചെയ്യുന്നത്? 4 ones ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അതായത് 1111 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? 1111 ആഡ് ചെയ്തുകൊണ്ട് വരുന്ന പാറ്റേൺ ആണിത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി 4444ൻ്റെ കൂടെ 1111 ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 5555 കിട്ടും. നെക്സ്റ്റ് 6666 കിട്ടും. അതിൻ്റെ കൂടെ 1111 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 7777. നെക്സ്റ്റ് 8888. നെക്സ്റ്റ് 9999. ഇനി നെക്സ്റ്റ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നില്ല അല്ലേ? 9 കഴിയുമ്പോൾ നമ്പർ മാറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമ്മൾക്ക് കണക്ക് കൂട്ടാതെ തന്നെ എഴുതാം അല്ലേ? 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 9 എഴുതി. നെക്സ്റ്റ് നമ്പർ നമ്മൾക്ക് അങ്ങനെ എഴുതുന്ന സമയത്ത് എല്ലാം 10 എഴുതാൻ പറ്റില്ല അല്ലേ? 10 എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 9999ൻ്റെ കൂടെ 1111 ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 11110 ആണ് നെക്സ്റ്റ് നമ്പർ. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 9400, 9300, 9200, dash, dash, dash. ഈ പാറ്റേൺസ് കാണുന്ന സമയത്ത് ഒരു വ്യത്യസ്തതയുണ്ട് അല്ലേ? അതായത് നമ്മൾ ആദ്യം ചെയ്ത 4 പാറ്റേൺസും കൂടി വരുന്ന പാറ്റേൺ ആണ് അല്ലേ? ഇതെന്താണ് ചെയ്യുന്നത്? 9400നേക്കാളും കുറവാണ് 9300 അല്ലേ? അതിനേക്കാളും കുറവാണ് 9200. അപ്പോൾ ഇത് കുറഞ്ഞു വരുന്നൊരു പാറ്റേൺ ആണ്. അപ്പോൾ എത്രയാണ് കുറയുന്നത് നോക്കാം അല്ലേ? 4000 9400 9300 കുറച്ച് നോക്കുക. എത്ര കിട്ടുക? 100 ആണ് കിട്ടുക. അപ്പോൾ 9300 100 കുറച്ചാലാണ് 9200 ആകുന്നത്. ഇനി എന്ത് ചെയ്യുക? 9200 100 കുറക്കുക. അപ്പോൾ എത്രയാണ്? 9100. നെക്സ്റ്റ് 9000, 8900, 8800, 8700, 8600. ഓക്കെ. നെക്സ്റ്റ് സിക്സ്ത് വൺ 3021, 4132, 5243, dash, dash. നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് വരുന്ന പാറ്റേൺ തന്നെയാണ് അല്ലേ? എത്ര കൂടി വരുന്ന പാറ്റേൺ ആണ്. എത്രയാണ് കൂടുന്നത്? 3021 ആണ് ഫസ്റ്റ് നമ്പർ അല്ലേ? ആ നമ്പർ സെക്കൻഡ് നമ്പർ എത്രയായി? 3 മാറിയിട്ട് 4 ആയി. ഫസ്റ്റ് ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, സെക്കൻഡ് ഡിജിറ്റിൻ്റെ കൂടെയും 1 ആഡ് ചെയ്തു അല്ലേ? 0 മാറിയിട്ട് 1 ആയി. തേർഡ് ഡിജിറ്റ് 2 മാറിയിട്ട് 3 ആയി അല്ലേ? ഫോർത്ത് ഡിജിറ്റ് 1 മാറിയിട്ട് 2 ആയി. അപ്പോൾ ഓരോ ഡിജിറ്റിൻ്റെ കൂടെയും 1 1 1 1 തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് 1111 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി 5243ൻ്റെ കൂടെ 1111 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6354. നെക്സ്റ്റ് 7465. നെക്സ്റ്റ് 8576. നെക്സ്റ്റ് 1687.
നെക്സ്റ്റ് 10,798. നെക്സ്റ്റ് 11,909. ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങളോട് സ്വന്തമായിട്ട് പാറ്റേൺ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. മൈ പാറ്റേൺസ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് 4 പാറ്റേൺസ് എഴുതാം. ഫസ്റ്റ് വൺ 1000, 1100, 1200, 1300, 1400, 1500, 1600. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണ്? ആഡ് ചെയ്യുന്ന പാറ്റേൺ ആണ് അല്ലേ. എത്ര ആഡ് ചെയ്തുകൊണ്ട് പോകുന്നു? 100 ആഡ് ചെയ്തുകൊണ്ട് പോകുന്ന പാറ്റേൺ ആണ്. 100 കൂടി വരുന്നു അല്ലേ. നെക്സ്റ്റ് 4132, 4143, 4154, 4165, 4176, 4187. ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്? ആഡ് ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ് അല്ലേ. എത്രയാണ് ആഡ് ചെയ്യുന്നത്? 11 ആണ് ആഡ് ചെയ്യുന്നത്. 4132ൻ്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോഴാണ് 4143 ആകുന്നത്. അതിൻ്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 4154 കിട്ടി അല്ലേ. അപ്പോൾ 11 ആഡ് ചെയ്യുന്ന പാറ്റേൺ ആണിത്. നെക്സ്റ്റ് പാറ്റേൺ 8000, 7000, 6000, 5000, 4000, 3000. ഇതെങ്ങനെയുള്ള പാറ്റേൺ ആണ്? കുറഞ്ഞു വരുന്ന പാറ്റേൺ ആണ് അല്ലേ. എത്രയാണ് കുറയുന്നത്? 1000 കുറഞ്ഞു വരുന്ന പാറ്റേൺ ആണ്. 8000 നിന്ന് 1000 കുറഞ്ഞാലാണ് 7000 ആകുന്നത്. 7000 1000 കുറഞ്ഞാലാണ് 6000 ആകുന്നത് അല്ലേ. അങ്ങനെ 1000 കുറഞ്ഞു വരുന്ന പാറ്റേൺ ആണിത്. നെക്സ്റ്റ് 1025, 1050, 1075, 1100, 1125, 1150. ഇതെങ്ങനെയാണ്? 25 കൂടി വരുന്ന പാറ്റേൺ ആണല്ലേ. അതായത് 25 ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. ഓരോ സംഖ്യയോട് കൂടിയും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺ ആണ് ലാസ്റ്റ് വൺ. ഓക്കെ. ഇനി റിവ്യൂ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതിൻ്റെ തന്നെ മലയാളം മീഡിയം ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. കൂടാതെ ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.